വെൽക്കം ടു ഫ്യൂച്ചർ ബീറ്റ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കൊറി പരാംസ് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ നോട്ട് ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഡാറ്റ പാസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡ്. നമ്മൾ ആദ്യത്തെ ആദ്യത്തെ ഒരു മെത്തേഡ് നമ്മൾ പഠിച്ചായിരുന്നു, ബോഡി വഴി നമ്മൾ ഫോം ആയിട്ടുള്ള ഡാറ്റാസ് പാസ് ചെയ്യുന്നത്. ഇനി വേറെ രണ്ട് മെത്തേഡ് വഴിയും നമ്മൾ ബാക്ക് എൻഡിലോട്ട് ഡാറ്റ ഫ്രണ്ട് എൻഡിൽ നിന്ന് പാസ് ചെയ്യും. അപ്പോൾ ആ മെത്തേഡ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് നിങ്ങളുടെ ഭാഗത്ത് ഞാൻ പ്രതീക്ഷിക്കുന്ന സപ്പോർട്ട് 50 ലൈക്കും 50 കമൻറ്റാണ് നിങ്ങൾ തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് കുക്കീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അത് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ കോഡ് ഞാൻ തൽക്കാലത്തേക്ക് ഒഴിവാക്കുകയാണ്. ഓക്കെ, എന്താണ് നമുക്കിവിടെ ആദ്യം ഇതിൻ്റെ എന്താണ് നമുക്ക് കൊറി എന്ന്, എന്താണ് പരാംസ് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാം. അപ്പം കൊറി വരുന്നത് ഇപ്പം ഞാൻ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഫിൽട്ടർ എന്ന റൗട്ടിലോട്ട് ഇപ്പം എനിക്ക് എന്ത് ചെയ്യാം, ഒരു വാല്യൂ അമീൻ എന്നോ അല്ലെങ്കിൽ എന്താണ് ആപ്പിൾ എന്നോ ഉള്ളൊരു വാല്യൂ ഞാൻ പാസ് ചെയ്യുന്നു. അത് ഒന്നാമത്തെ മെത്തേഡ് ഫിൽട്ടർ എന്ന് പറയുന്ന ഒരു പാത്ത്. ഇത് ഫിൽട്ടർ എന്ന് പറഞ്ഞൊരു പാത്ത്, അതായത് app.get/filter. ഇപ്പോൾ നമ്മളൊരു ഇ-കൊമേഴ്സിലൊക്കെ എപ്പോഴും പ്രൊഡക്റ്റ് ഫിൽട്ടറിങ്ങിൻ്റെ ഒക്കെ സെക്ഷനിൽ അതാണ്. ഇപ്പോൾ റിക്വസ്റ്റ്, റെസ്പോൺസ്, ഇതൊക്കെ നിങ്ങൾക്ക് ബേസിക്കലി എപ്പോഴും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ response.json filter path സക്സസ്ഫുള്ളി റണ്ണിങ് എന്ന് ഞാൻ കൊടുത്തു. അപ്പോൾ ഈ പാത്തിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ ഈ ആപ്പിൾ എന്ന് പറഞ്ഞ ഡാറ്റ, ഇപ്പോൾ ഫിൽറ്ററിൻ്റെ അതോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആപ്പിൾ എന്ന് പറഞ്ഞ ഡാറ്റ പാസ് ചെയ്യാൻ പറ്റും. രണ്ടാമത് നമുക്ക് നൈം ഇട്ട് ഡാറ്റ പാസ് ചെയ്യാം. നൈം ആപ്പിൾ എന്ന് പാസ് ചെയ്യാം. അതായത് ഒരു കീ വാല്യൂ പേരിൽ പാസ് ചെയ്യാം. നൈം ആപ്പിൾ എന്ന് പാസ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് എന്ത് പറയാം, ഏജ് 12 എന്നോ. അങ്ങനെ ഒന്നാമത്തെ വാല്യൂ ആ പാത്തിൻ്റെ സ്ലാഷ് കഴിഞ്ഞ് ഒരു വാല്യൂ പാസ് ചെയ്യുന്നു, ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡയറക്റ്റ് എന്താണ് ഒരു വാല്യൂ പാസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കത് ബേസിക് മനസ്സിലായെന്ന് തോന്നുന്നു. നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ആപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു സിസ്റ്റം നമുക്ക് റൺ ചെയ്യാം. അപ്പം ആപ്പിളുടെ സ്ലാഷ് കഴിഞ്ഞ് നമ്മളൊരു ആപ്പിൾ എന്നോ ഓറഞ്ച് എന്നോ എന്ത് പാസ് ചെയ്യും, അത് നമുക്ക് ഫ്രണ്ട് എൻഡിലോട്ട് പാസ് ചെയ്യണം. അപ്പം എന്താണ് മെസ്സേജ്, എന്നിട്ട് ഇവിടെ നമുക്ക് വന്നിട്ട് ഈ URL നമ്മൾ ബിൽഡ് ചെയ്യില്ല. ഈ പാത്ത് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്ലാഷ് ഇട്ടിട്ട് യൂസർ എന്ത് വാല്യൂ ആണോ പാസ് ചെയ്യുന്നത് ആ പേര് നമ്മൾ കൊടുക്കണം. നൈം എന്നോ ID എന്നോ എന്ത് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട, പക്ഷെ അത് വെച്ചാണ് നമ്മൾ പിന്നീട് വാല്യൂ എടുക്കുന്നത്. ഇപ്പം ഞാൻ എന്ത് കൊടുക്കാം, ഫ്രൂട്ട് എന്ന് കൊടുത്തു. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ലെറ്റ് യൂസർ പാസ്ഡ് ഫ്രൂട്ട് എന്നും പറഞ്ഞ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് റിക്വസ്റ്റ് പരാംസ് ഫ്രൂട്ട്, അതായത് യൂസർ ഇങ്ങോട്ട് ഇനി പാസ് ചെയ്യുന്ന വാല്യൂ എല്ലാം എടുക്കുന്ന ഈ ഒരു മെത്തേഡ് request.params. നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്ന എന്ത് പേരോ ആ പേര് ഇവിടെ കൊടുക്കണം. എന്നിട്ട് യൂസർ പാസ്ഡ് വാല്യൂ ഈസ്, അല്ലെങ്കിൽ പരാംസ് എന്ന് തന്നെ കൊടുക്കാം. പരാം ഈസ് എന്താണെന്നുള്ള പേര് നമുക്കിവിടെ വിളിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ്, അതായത് യൂസർ ഇപ്പോൾ എന്താണ് ഈ സ്ലാഷ് കഴിഞ്ഞൊരു വാല്യൂ ഒരു കാര്യം പാസ് ചെയ്യും, അത് നമ്മൾ അതുപോലെ ഇവിടെ വിളിച്ച് കാണിക്കും. ഇപ്പം ഞാൻ ഇവിടെ വന്നു, ലോക്കൽ ഹോസ്റ്റ് 3000 അത് സ്ലാഷ് ഫിൽറ്ററിൻ്റെ അകത്ത് ഞാനിപ്പോൾ എന്താണ് അമീൻ എന്നൊരു പേരിട്ടു, സെൻഡ് ചെയ്തു. ഓക്കെ, സെർവർ നമ്മൾ റണ്ണാക്കിയാൽ നമുക്കൊന്ന് റൺ ചെയ്യാം. നോഡ് മോൺ സെർവർ റണ്ണായി, സെൻഡ് ചെയ്യുന്നു.
ഓക്കെ, എനിക്കിവിടെ എന്താണ് ഇപ്പം കാണിക്കും യൂസർ പാസ്ഡ് പരാമീസ് അമീൻ. അതായത് ഞാൻ ഇവിടെ ചുമ്മാ നിങ്ങൾ പല വെബ്സൈറ്റുകൾ സ്ലാഷ് കഴിഞ്ഞ് എന്തെങ്കിലും കുറേ വാല്യൂ പാസ് ചെയ്യുന്നത് അത് ഇതുപോലെ ബാക്ക് എൻഡിൽ നമുക്ക് എടുക്കുന്നതിന് വേണ്ടിയാണ്. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ആപ്പിൾ എന്ന് ഞാൻ ഇത് കഴിഞ്ഞ് പാസ് ചെയ്താൽ എനിക്ക് ആപ്പിൾ എന്നുള്ള വാല്യൂ കിട്ടും. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഒരു റാൻഡം നമ്പർ, ഇപ്പോൾ യൂസറിൻ്റെ ID ആയിട്ടുള്ള റാൻഡം നമ്പർ പാസ് ചെയ്യണമെങ്കിൽ ആ റാൻഡം നമ്പർ കിട്ടും. ഓറഞ്ച് എന്ത് ഡാറ്റ നമ്മൾ ഇങ്ങനെ പാസ് ചെയ്താൽ അത് നമുക്ക് ഇതുപോലെ കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു മെത്തേഡ് എങ്ങനെയാണ് ഒരു പാത്തിൽ സ്ലാഷ് കഴിഞ്ഞ് നമുക്ക് വേണ്ട വാല്യൂ, ഇവിടെ നമ്മൾ ആ വാല്യൂൻ്റെ പേരൊന്നും ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, നമ്മൾ എന്താണ് അതിൻ്റെ പേരൊന്നും ഒന്നുമില്ല. നമ്മൾ സ്ലാഷ് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ പാസ് ചെയ്യുന്ന വാല്യൂൻ്റെ കീ നെയിം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് എന്നാണ്. അത് നമ്മൾ ഫ്രൂട്ട് എന്ന് വിളിച്ച് ആ ഡാറ്റ എടുത്തു. ഓക്കെ, ഇനി നമുക്ക് ആപ്പ് ഡോട്ട് ഗെറ്റിൻ്റെ അകത്ത് അടുത്തൊരു പാത്ത് ക്രിയേറ്റ് ചെയ്യാം. സെർച്ച് എന്ന് വേണം ഒരു പാത്ത്, അതിൻ്റെ അകത്ത് റിക്വസ്റ്റ് റെസ്പോൺസ്. ഇനി നമുക്ക് കൊറി, ഇത് പരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് സ്ലാഷ് കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ് ഡാറ്റ അങ്ങ് പാസ് ചെയ്യും. അത് പരാമീറ്റർ മെത്തേഡ്. ഇനി കൊറി മെത്തേഡിൽ ഒരു പേര് അത് കഴിഞ്ഞൊരു വാല്യൂ എന്നുള്ള മെത്തേഡിലാണ് പോകണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് എന്ത് യൂസറിൻ്റെ നെയിം, യൂസറിൻ്റെ നെയിം, നിങ്ങൾക്ക് എന്ത് ഡാറ്റയും പാസ് ചെയ്യാം. ഡാറ്റ എന്താണെന്ന് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്താൽ ഇപ്പം ഫ്രൂട്ട് എങ്കിൽ ഫ്രൂട്ട്, ഏജ് എങ്കിൽ ഏജ്, ID എങ്കിൽ ID, നെയിം എങ്കിൽ നെയിം, എന്തോ. ഇപ്പം ഞാൻ ഇവിടെ നെയിമാണ് വാങ്ങുന്നത്. അപ്പോൾ റിക്വസ്റ്റ് ഡോട്ട് കൊറി ഡോട്ട് നെയിം, ആ നെയിം എന്ന് പറഞ്ഞാൽ പേര് നമ്മളത് എന്താണ് നമ്മൾ യൂസറിൻ്റെ അവിടെ നിന്ന് പാസ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ എന്താണ് എഴുതുന്നത് അത് തന്നെയായിരിക്കണം ഇവിടെ നമ്മൾ എഴുതാനുള്ള. ഇത് ഞാൻ ഈ കോഡ് തന്നെ കോപ്പി ചെയ്തിട്ട് യൂസർ പാസ്ഡ് കൊറീസ് എന്താണ് നെയിമിലുള്ള വാല്യൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് കോപ്പി ചെയ്യുന്നു, ഇവിടെ വരുന്നു, എന്നിട്ട് ഞാൻ ഈ കോഡ് ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടും. അതാണ് തുടക്കം. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് നെയിം അമീൻ, അതായത് നമ്മൾ ഒരു കീ വാല്യൂ പ്രെയറിലുണ്ട്, ഇവിടെ കീ വാല്യൂ സെൻഡ് കൊടുത്തു. ഓക്കെ, യൂസർ പാസ്ഡ് കൊറീസ് നെയിം. പരാംസിൻ്റെ അകത്ത് നമുക്ക് ഒരു വാല്യൂവേ പാസ് ചെയ്യത്തുള്ളൂ. പരാംസിൻ്റെ അകത്ത് ഒറ്റ ഡാറ്റ മാത്രമേ നമുക്ക് പാസ് ചെയ്യാൻ പറ്റൂ. അതിൽ കൂടുതൽ ഡാറ്റ എന്ത് ചെയ്യത്തില്ല, ബാക്കിലോട്ട് പാസ് ചെയ്ത് സ്ലാഷ് കഴിഞ്ഞ് ഒറ്റ സിംഗിൾ ഡാറ്റ അതേ പാസ് ചെയ്തു. കൊറീൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ഡാറ്റ പാസ് ചെയ്യാം. ഇവിടെ വരുന്നു, ഒരു ആൻഡ് ഇടുന്നു. ആ ആൻഡിൻ്റെ സിമ്പിൾ ഇട്ടിട്ട് ഞാൻ ഇവിടെ പറയാണ് ഏജ്. ഇപ്പം നമുക്കൊരു യൂസറിനെ ഫിൽട്ടർ ചെയ്യണം. ഞാൻ 12 കൊടുത്തു. വീണ്ടും ഞാൻ എന്താണ് പ്ലേസ്, കൊല്ലം, അങ്ങനെ എത്ര ഡാറ്റ വേണമെങ്കിലും കൊറി വഴി നമുക്ക് പാസ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് നമുക്ക് വേണ്ട നെയിം വാല്യൂ എന്നുള്ള കീ വാല്യൂ പേരിൻ്റെ അകത്ത് നമ്മൾ കൊടുത്ത് പോയാൽ മതി. എങ്ങനെ നമുക്കിനി ഏജും പ്ലേസും എടുക്കാം. ഇപ്പം ഞാൻ സെൻഡ് കൊടുത്തു. ഓക്കെ, വർക്കിംഗ് പ്രോപ്പറല്ല. ഇനി ഏജും പ്ലേസും എങ്ങനെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴോട്ട് വരുന്നു. നമ്മൾ അവിടെ എന്ത് പേരിലാണോ കൊടുക്കുന്നത്, അവിടെ ഏജ്, അവിടെ നമ്മൾ എന്താണോ ഇവിടെ എഴുതുന്ന ആ പേര്, അതായത് ഇവിടെ എഴുതുന്ന പേര്, ആ പേര് ഇവിടെ അങ്ങ് വിളിച്ചാൽ മതി. പ്ലേസ്, ഞാൻ ഇവിടെ പ്ലേസ് എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, ഇവിടെ നമുക്കിനി എന്ത് ചെയ്യാം, യൂസർ നെയിം എന്ന് ഞാൻ നെയിം കൊടുത്തു. ഇനി യൂസർ പ്ലേസ്, ഞാൻ പ്ലേസ് എന്ന് കൊടുത്തു. അതായത് നമ്മൾ ആ വിളിക്കുന്ന വാല്യൂനെ ഇവിടെ പിടിച്ച് കൊടുക്കുകയാണ്. യൂസർ ഏജ്, നമ്മൾ ഇതൊക്കെ ഇങ്ങനെയാണ് നമ്മൾ ഫിൽട്ടറൊക്കെ ചെയ്യുന്നത്. ഈ ഫ്ലിപ്കാർട്ടിലൊക്കെ നിങ്ങൾ കണ്ടല്ലോ പ്രൊഡക്റ്റ് ഫിൽട്ടർ ചെയ്യുന്നതൊക്കെ, അതൊക്കെ ഈ ഒരു മെത്തേഡിലാണ്. ഏജ്, അപ്പോൾ നമ്മൾ 3 ഡാറ്റ യൂസറിൻ്റെ നിന്ന് കൊറി ആയിട്ട് പാസ് ചെയ്തിട്ടുണ്ട്. പരാംസിൻ്റെ അകത്ത് ഒറ്റ ഡാറ്റയെ നമുക്ക് അറ്റേ പാസ് ചെയ്യത്തുള്ളൂ. കൊറീൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാസ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും നടക്കുന്ന ഡിലീറ്റ് മെത്തേഡിൻ്റെ അകത്തും ഗെറ്റ് മെത്തേഡിൻ്റെ അകത്ത് കൊറിയും പരാംസും നമ്മൾ ഉപയോഗിക്കുന്നത്. പുട്ട് പോസ്റ്റിൽ നമ്മൾ എപ്പോഴും ആ ബോഡി വഴി ഡാറ്റ എടുക്കുന്ന ഫോം മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഇവിടെ സെൻഡ് കൊടുത്തു. ഓക്കെ, യൂസർ നെയിം അമീൻ, പ്ലേസ് കൊല്ലം, ഏജ് 12. ഞാൻ ഇവിടെ ഏജ് 5 കൊടുക്കുന്നു. അത് കഴിഞ്ഞ് കൊല്ലം തന്നെ കിടക്കട്ടെ. പേര് അഭിനവ് എന്ന് ഞാൻ പേര് കൊടുത്തു.
ഞാൻ സെൻഡ് കൊടുക്കുന്നു. എന്താണ് യൂസർ നെയിം അഭിനവ്, യൂസറിൻ്റെ പ്ലേസ് കൊല്ലം, യൂസറിൻ്റെ ഏജ് 5. ഓക്കെ, നമുക്ക് എന്താണ് അപ്പോൾ ഈ 2 മെത്തേഡ് വഴി നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഫ്രണ്ട് എൻഡിൽ നിന്ന് ബാക്ക് എൻഡിലോട്ട് ഡാറ്റ പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ ഇത് മാത്രമേ പഠിക്കുന്നുള്ളൂ. നിങ്ങൾ കുറേ കാര്യം ബാക്കിലത്തെ വീഡിയോയിൽ നിങ്ങൾ പഠിച്ചായിരുന്നു Node.jsൻ്റെ പല കാര്യങ്ങളും. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് ഈ മെത്തേഡും കൂടെ വെച്ച് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ സ്കില്ല് ഈ Node.jsലുള്ള സ്കില്ല് കൂടി വരുന്നതായിരിക്കും. ഞാൻ പഠിപ്പിച്ച് കഴിയുമ്പോൾ വീഡിയോ ക്ലോസ് ചെയ്ത് പോവാതെ അത് കഴിഞ്ഞ് ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ സെർച്ച് കൊടുത്തിട്ട് ബ്രാൻഡ് നെയിം, കാറ്റഗറി, പ്രൈസ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഓരോ രീതിയിൽ നിങ്ങൾ ഇത് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്, പക്ഷേ വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.